ആ രാജാവ് തെറ്റ് ചെയ്ത രാജാവിനെ ആര് ശിക്ഷിക്കണം? ഇവിടെ പ്രജകൾക്ക് ശിക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ രാജാവിനെയും ശിക്ഷിക്കാൻ അധികാരമുള്ളവൻ ശിക്ഷിക്കണം. ഞാൻ ആ ധർമ്മമേ ചെയ്തിട്ടുള്ളൂ. വളരെ ശരിയാണത്. പിന്നീട് പറയാണ്, തന്റെ സഹോദരൻ അനുജനുണ്ടല്ലോ, ആ അനുജനെ സംരക്ഷിക്കേണ്ടവനാണ് ആര്? ജ്യേഷ്ഠൻ. അതിന് പകരം അനുജന്റെ ഭാര്യയെ ബലാത്കാരേണ കാമാന്തനായി പിടിച്ച് അനുജനെ തല്ലിയാട്ടുന്നവനല്ല ജ്യേഷ്ഠൻ. അനുജനോട് പൊറുക്കേണ്ടവനാണ് ജ്യേഷ്ഠൻ. ഈ തെറ്റുകളൊക്കെ അങ്ങ് ചെയ്തിട്ടില്ലേ? പിന്നീട് പറഞ്ഞു, ഞങ്ങള് ഇക്ഷ്വാകു വംശത്തിന്റെ ചരിത്രത്തില് കരാളുകൾ, പ്രതിജ്ഞകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സത്യലംഘനം ചെയ്യുന്നവരല്ല, ഞങ്ങൾ ആ സത്യം നിറവേറ്റിയവരാണ്. നിന്റെ സഹോദരനോട് ഞാൻ പറഞ്ഞു, സുഗ്രീവനോട് പറഞ്ഞു, തെറ്റ് ചെയ്ത ബാലിയെ ഞാൻ കൊല്ലാമെന്നൊരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ പ്രതിജ്ഞ നിറവേറ്റേണ്ടത് ആവശ്യമാണ്. ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ നിന്നെ വധിച്ചിരിക്കുന്നത്. ഇത് കേട്ടപ്പോ ബാലിക്ക് തന്റെ തെറ്റു മനസ്സിലായി. ബാലിയുടനെ ശ്രീരാമ പാതാരവിന്ദത്തിൽ വീണുകൊണ്ട് പറഞ്ഞു, അടിയന് തെറ്റുപറ്റി എന്ന് മനസ്സിലായി. ലോകത്തിൽ പലരും ഇങ്ങനെയാണ്. തെറ്റുപറ്റി എന്ന് മനസ്സിലാക്കുക ജീവിതത്തിന്റെ അവസാന നാളുകളിലോ അല്ലെങ്കിൽ ജീവിതത്തിൽ വീഴുമ്പോഴോ പരാജയപ്പെടുമ്പോഴോ അപകടത്തിൽപ്പെടുമ്പോഴോ വേദനകൾ അനുഭവിക്കുമ്പോഴൊക്കെയാണ്. ഇവിടെ ബാലിക്ക് തെറ്റ് മനസ്സിലായത് അപ്പോഴാണ്. ബാലി പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, പൊറുക്കണം. പിന്നീട് ബാലി ശ്രീരാമസ്വാമിയുടെ മഹിമ മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു, അങ്ങ് സാധാരണക്കാരനല്ല എന്ന് എനിക്ക് തിരിച്ചറിയാം. എന്തായാലും ഞാൻ ഭാഗ്യം ചെയ്തവനാണ്. അവങ്ങെ കണ്ടുകൊണ്ട് എന്റെ ശരീരം ഉപേക്ഷിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടി. ഇനി ഒരപേക്ഷയുള്ളത്, എന്റെ പുത്രൻ അംഗദൻ, അവൻ അങ്ങയുടെ കൈകളിൽ സുരക്ഷിതനായിരിക്കണം. എന്റെ പത്നി താര എന്നുമെന്നും സുഗ്രീവനാൽ സംരക്ഷിക്കപ്പെടണം. ഇത്ര മാത്രമേ എനിക്ക് അപേക്ഷയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമസ്വാമിയുടെ മുന്നിൽ കൈകൂപ്പി. ആരാണ് ഈ ബാലി? ആരാണ് ഈ സുഗ്രീവൻ? അതിന്റെ താത്വികമായ വശം നമ്മൾ മനസ്സിലാക്കണം. ബാലി എന്ന് പറഞ്ഞാൽ ശാരീരികമായ ബലമുണ്ടെങ്കിലും മാനസികമായ ബാലിശ്യങ്ങൾ ഉള്ളവരാണ്, ദൗർബല്യങ്ങൾ ഉള്ളവരെയാണ് ബാലി എന്ന് പറയുക. അപ്പൊ ബാലിക്ക് ബാഹ്യമായ കരുത്തുണ്ട്, മസിൽ പവറുണ്ട്, വിൽ പവറുണ്ട്, പക്ഷെ അതേസമയം മെന്റൽ വീക്ക്നെസ്സുമുണ്ട്, ദൗർബല്യവുമുണ്ട്. ഈ ലോകത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലല്ലോ ഇത് നമുക്ക് കാണാം. എന്ത്? ചിലവരൊക്കെ വിൽ പവർ ഉള്ളവരാണെങ്കിലും ചിലവരൊക്കെ വീക്ക്നെസ്സുകളും ഉള്ളവരാണ്. എല്ലാവർക്കും ഓരോ വീക്ക്നെസ് ഉണ്ടാവും. നമ്മളിൽ ഓരോരുത്തരിലും ഓരോ രീതിയിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് പല ദൗർബല്യങ്ങൾ. ചിലവർക്ക് മക്കളോടുള്ള അറ്റാച്ച്മെന്റ് ആയിരിക്കാം, ചിലർക്ക് പണത്തിനോടുള്ള അറ്റാച്ച്മെന്റ് ആയിരിക്കാം, ചിലർക്ക് കാമം കൊണ്ട് അന്യരായിട്ടിരിക്കുന്ന ആരോടെങ്കിലുമുള്ളൊരു അറ്റാച്ച്മെന്റ് ആയിരിക്കാം. പലർക്കും പലതിനോടും ഒരു ദൗർബല്യത്തിന്റെ ബന്ധമുണ്ടായിരിക്കാം. അത് അവരെ വേട്ടയാടാൻ എളുപ്പം സാധിക്കുന്നു പറയാണ്. നമുക്കറിയാം, ഈ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വീഴ്ത്തുന്നത് പണം കൊടുത്തും മദ്യം കൊടുത്തും സ്ത്രീകളെ കൊടുത്തും അങ്ങനെയൊക്കെ അവരുടെ ദൗർബല്യങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് അവരിൽ നിന്നും കാര്യം സാധിപ്പിക്കുന്നത്. പല രഹസ്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ ചോർത്തുക. ഈ ലോകം എപ്പോഴും നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ദൗർബല്യങ്ങളെ മറ്റൊരാൾക്ക് ചൂഷണം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ മനസ്സിനൊരു ദൗർബല്യമുണ്ടെന്നും ആ ദൗർബല്യം ഒന്നുകിൽ ആരോടെങ്കിലും അറ്റാച്ച്മെന്റ് ഉണ്ടാക്കലായിരിക്കാം, അല്ലെങ്കിൽ ഏതിനെയെങ്കിലും അമിതമായി കാമിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിനെ ഭയപ്പെടുന്നതായിരിക്കാം. പലതരത്തിലുള്ള ദൗർബല്യങ്ങൾ. ഒരു ഭീഷ്മ പിതാമഹനെ കൊല്ലാൻ ആർക്കും സാധിക്കാതെ വന്നപ്പോ ഭീഷ്മരോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് അങ്ങയെ കൊല്ലേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു ദൗർബല്യമുണ്ട് മഹാഭാരത യുദ്ധക്കളത്തിൽ നിന്ന്. ആ ദൗർബല്യത്തെ എന്റെ മുന്നിൽ വെച്ചാൽ എനിക്ക് യുദ്ധം ചെയ്യാൻ സാധ്യമല്ല. എന്താണത്? ശിഖണ്ഡി എന്നൊരു കഥാപാത്രം. അപ്പൊ തീരെ ശക്തനല്ലാത്ത ശിഖണ്ഡിയെ വെച്ചിട്ടാണ് പരശുരാമസ്വാമിയെ പോലും തോൽപ്പിച്ച ഒരു ഭീഷ്മ പിതാമഹനെ മഹാഭാരത യുദ്ധക്കളത്തിൽ അർജുനൻ തളച്ചിടാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാം, ദ്രോണാചാര്യർക്ക് പുത്രനോടുള്ള അമിതമായ ആസക്തി, ആ ദൗർബല്യത്തെ കൃഷ്ണൻ മുതലെടുപ്പിക്കുകയാണ് ധർമ്മപുത്രനെ കൊണ്ട്.
അശ്വത്ഥാമ കുഞ്ചരഹത എന്ന് പറഞ്ഞപ്പോ തളർന്നു ദ്രോണൻ എന്ന് പറയാണ്. ഇങ്ങനെ നമ്മളെ തളർത്താൻ പല അനുഭവങ്ങൾക്കും സാധിക്കുന്നത് നാം ചിലതിലൊക്കെ ദുർബലരാണ്. നമ്മുടെ അറ്റാച്ച്മെന്റോ നാം ചിലതിനെയൊക്കെ പേടിക്കുന്നത് കൊണ്ടോ അത് നമ്മളെ വേഗത്തിൽ തളർത്തിക്കളയും എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ബാലിയെ കൊല്ലാൻ ബാലിയുടെ ഒരു ദൗർബല്യം പ്രയോജനപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ദൗർബല്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിനോട് മുഖാമുഖം യുദ്ധം ചെയ്യുമ്പോഴേ അദ്ദേഹത്തിന് തോൽപ്പിക്കാൻ സാധിക്കുള്ളൂ. അവിടെയാണ് ശ്രീരാമസ്വാമി ഒളിയമ്പെയ്തുകൊണ്ട് കൊന്നത്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ മനസ്സിനെ തിരിച്ചറിയണം. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു ബാലി ഒളിഞ്ഞുകിടപ്പുണ്ട്. ബാലിശ്യമായ ചില ദൗർബല്യങ്ങൾ കിടക്കുന്നുണ്ട്. ആ ദൗർബല്യങ്ങളെ നമ്മൾ മൈൻഡ് ചെയ്യാതെ ജീവിച്ചു കഴിഞ്ഞാൽ ആ ദൗർബല്യത്തിനൊരു ദിവസം നമ്മളെ തളർത്താൻ സാധിക്കും. അതുകൊണ്ട് വിവേകമുള്ളവരെന്ത് വേണം? ദൗർബല്യങ്ങളിൽ നിന്നും മനസ്സിനെ ശരിയായ വിധത്തിൽ തിരിച്ചറിഞ്ഞ് ആരിലേക്ക് ഉയർത്തണം? ഭഗവാനിലേക്ക് ഉയർത്തണം. അങ്ങനെ ജീവിതത്തെ ഭഗവാന്റെ നിശ്ചയമായിട്ടും പ്രസാദമായിട്ടൊക്കെ നമ്മൾ കാണാൻ തുടങ്ങിയാൽ എളുപ്പത്തിൽ ഒരു ദൗർബല്യത്തിനും നമ്മളെ പിടികൂടാൻ സാധ്യമല്ല. സുഗ്രീവനായിത്തീരുക നമ്മൾ. സുഗ്രീവൻ എന്ന് പറഞ്ഞാൽ, ഗ്രീവൻ എന്ന് പറഞ്ഞാൽ കഴുത്ത് എന്നാണ് അർത്ഥം. നിവർന്ന കഴുത്തുള്ളവൻ എന്ന് വച്ചാൽ ഒരു കാര്യത്തിൽ ദൃഢനിശ്ചയം ചെയ്യുന്നവൻ, ബുദ്ധിയുള്ളവൻ. ബുദ്ധിയുള്ളവനെയാണ് സുഗ്രീവൻ എന്ന് പറയുക. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ബുദ്ധി? രാമനുമായി സഖ്യം ചെയ്യാനുള്ള ബുദ്ധി, രാമനോട് ചേരാനുള്ളൊരു ബുദ്ധി സുഗ്രീവനുണ്ടായി. സുഗ്രീവൻ ഒരു കൂട്ടുകാരനുമുണ്ട്, മന്ത്രിയായിരിക്കുന്ന ഹനുമാൻ സ്വാമി. അയോധ്യാകാണ്ഡത്തിൽ നിന്നും കിഷ്കിന്ധ അരണ്യത്തിലൂടെ കിഷ്കിന്ധയിലെത്തി. രാമായണം നമ്മൾ ഒരു കുടുംബത്തിന്റെ കഥയായിട്ട് നോക്കുകയാണെങ്കിൽ, രാജവംശത്തിന്റെ കഥയായിട്ട് നോക്കുകയാണെങ്കിൽ 3 രാജവംശങ്ങളുടെ കഥ നിങ്ങൾക്ക് രാമായണത്തിൽ കാണാം. 1 അയോധ്യയാകുന്ന രാജ്യം, 2 കിഷ്കിന്ധയാകുന്ന രാജ്യം, 3 ലങ്കയാകുന്ന രാജ്യം. അയോധ്യ നമ്മുടെ ബുദ്ധിയുടെ പ്രതീകമാണ്. ബുദ്ധി കൊണ്ട് മാത്രമേ മനുഷ്യന് യുദ്ധങ്ങളെ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. യുദ്ധമെന്നാൽ അസ്വസ്ഥകൾ, അശാന്തികൾ. ജീവിതത്തിന്റെ പല അസ്വസ്ഥതകളെയും പരിഹരിക്കാൻ മനുഷ്യന് ഭഗവാൻ തന്നിരിക്കുന്ന ശക്തിയാണ് ബുദ്ധി. പഴയും പണ്ടുള്ളവര് ബേസിക്കലി മാൻ ഈസ് എൻ ആനിമൽ. ഓരോ മനുഷ്യനും മൃഗമാണ്. But God has given us the 6th sense, that is intelligence. If you use it, you can live as a man, human being, or if you want to use it, you can live like an animal. ശങ്കരാചാര്യ സ്വാമിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യരൂപേണ മൃഗം ചരന്തി. ബുദ്ധിയുടെ പ്രതീകമാണ് അയോധ്യ. മനസ്സിന്റെ പ്രതീകമാണ് കിഷ്കിന്ധ. അതുകൊണ്ടത് വാനരന്മാരുടെ രാജ്യമാക്കി വെച്ചത്. രാമൻ അവതരിക്കുന്നത് വിവേകമുള്ള സ്ഥലത്താണ്. ബുദ്ധി കൊണ്ട് മാത്രമേ നമ്മളെ ഉയർത്താൻ സാധിക്കുകയുള്ളൂ. അവിടെ രാമനുണ്ട് എന്ന് പറയാണ്. ആര് ബുദ്ധി ഉപയോഗിക്കുന്നോ അവരുടെ കൂടെ എപ്പോഴും രാമനുണ്ട്. അതുകൊണ്ട് രാമൻ അവിടെ അവതരിക്കാൻ പറ്റുള്ളൂ. കിഷ്കിന്ധ മനസ്സിന്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് അവിടെ ബാലിശ്യമായ ആഗ്രഹങ്ങളൊക്കെ, വിൽപ്പവർ ഉണ്ടെങ്കിലും ബാലിശ്യമായ ദൗർബല്യങ്ങൾ അവിടെ ഉള്ളത്. അവിടെയുണ്ട് നന്മയുള്ളവര്, സുഗ്രീവനും ഹനുമാൻ സ്വാമി. പക്ഷെ അവർക്കൊക്കെ ശക്തി വരുന്നത് എപ്പോഴാണ്? രാമൻ അവരോട് കൂടുമ്പോഴാണ്. അതുവരെ അവർക്കൊന്നും ശക്തി വരുന്നില്ല. ഹനുമാൻ സ്വാമിയുടെ പ്രതാപം മുഴുവൻ നമ്മൾ അറിയുന്നത് ശ്രീരാമസ്വാമിയുമായി സംഘം വരുമ്പോഴാണ്. അപ്പൊ ബുദ്ധി വരുമ്പോഴാണ് വിവേകവും എല്ലാം പ്രവർത്തിക്കാൻ തുടങ്ങുക. 3ാമത്തതാണ് ലങ്കാരാജ്യം. അത് നമ്മുടെ ശരീരത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ട് അതിനെ കാലം പിടികൂടുന്ന പ്രിയാണ്. ലങ്ക എന്നുള്ളത് ഞാൻ പറഞ്ഞു, നിങ്ങൾ തിരിച്ചിടുകയാണെങ്കിൽ കാലം ഉത്തരം കിട്ടും. അതായത് ഇതിനെ വേട്ടയാടുന്നവനാണ് മരണം എന്ന് പറയുകയാണ്.
അപ്പോ മനുഷ്യന്റെ ഉള്ളിലുള്ള സംസ്കാരങ്ങളൊക്കെ, ചില സംസ്കാരങ്ങളൊക്കെ മൃഗീയമാണെങ്കിൽ അതൊക്കെ നമ്മൾ പ്രകടിപ്പിക്കുന്നത് ശരീരത്തിലൂടെയാണ്. എല്ലാ തരത്തിലുള്ള വേണ്ടാത്ത സംസ്കാരങ്ങളെയും നമ്മൾ പ്രകടിപ്പിക്കുന്നത് ശരീരത്തിലൂടെ ആയതുകൊണ്ട് ഒരു രാവണന്റെ മൃഗീയ സംസ്കാരങ്ങളൊക്കെ ഓരോ വ്യക്തിയിലും നിൽക്കുന്ന ശരീരത്തിന്റെ മൃഗീയ പ്രവർത്തനങ്ങളായിട്ട് നമ്മൾ തിരിച്ചറിയണം. ഇതിനെ ആര് പിടികൂടും? കാലം പിടികൂടും. കാലത്തിൻ്റെ ഉള്ളിലാണ് ഇതിരിക്കുന്നത്. അവിടെയുണ്ട് നല്ലതും ചീത്തതും ഒക്കെ. വിഭീഷണനും രാവണനൊക്കെ ഉണ്ട്. ഏതായാലും നമ്മൾ അങ്ങോട്ട് കടക്കുന്നില്ല. നമ്മൾ കിഷ്കിന്ധയിലാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് 3 പേരെ കാണാം ശക്തരായിരിക്കുന്ന. ഒന്ന് ബാലിയും സുഗ്രീവനും ഹനുമാൻ സ്വാമി. സുഗ്രീവൻ ബുദ്ധിയുടെ പ്രതീകമാണെങ്കിൽ ഹനുമാൻ സ്വാമി വിവേകത്തിന്റെ പ്രതീകമാണ്. ബുദ്ധിക്ക് വിവേകമില്ലെങ്കിൽ ആ ബുദ്ധി മനസ്സിനടിമപ്പെടും. അതുകൊണ്ട് സുഗ്രീവൻ ബാലിക്ക് അടിമപ്പെട്ട് ജീവിക്കേണ്ടി വന്നു. ഹനുമാൻ സ്വാമിയിൽ നിന്ന് വലിയൊരു ശക്തിയും കഴിവൊന്നും ആർക്ക് കിട്ടിയിട്ടില്ല? സുഗ്രീവന് കിട്ടിയിട്ടില്ല. എന്നാൽ സുഗ്രീവൻ വീണ്ടും ശക്തനായിത്തീരുന്നത് രാമൻ അവരുടെയൊക്കെ കൂടെ ചേരുമ്പോഴാണ്. അതായത് ഒരു മനുഷ്യന് ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാവുമ്പോഴാണ്, ഉദ്ദേശ്യം മനസ്സിലാവുമ്പോഴാണ് അവനവന്റെ ബാലിശമായ വികാരങ്ങളിൽ നിന്നും അവനെ ഉയർത്താൻ സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്താണ് ലക്ഷ്യം എന്നറിയാത്തിടത്തോളം കാലം, എന്തിന് ഞാൻ ജീവിക്കുന്നു എന്ന് നമ്മൾ അറിയാത്തിടത്തോളം കാലം നമ്മുടെ ദൗർബല്യങ്ങളെ ഒന്നും നമ്മൾ തിരിച്ചറിയില്ല എന്ന് മാത്രമല്ല, നമ്മൾ അതിനെയൊക്കെ ന്യായീകരിക്കും. ഇന്ന് നമ്മൾ കുട്ടികളോട് ചോദിച്ചു നോക്കൂ, എന്തിനാ കുട്ടി ഇങ്ങനെയൊക്കെ സ്പോയിൽ ചെയ്ത് ജീവിക്കുന്നത്? എന്നൊരു കുട്ടി സ്പോയിൽ ചെയ്ത് ജീവിക്കേണ്ടത് വിചാരിക്കുക, വേണ്ടാധീനങ്ങൾ ചെയ്തിട്ട്. ഉടനെ കുട്ടി എന്താ പറയാന്നറിയോ? ഞാനിങ്ങനെ ജീവിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ ഒരു കുഴപ്പമെന്ന് ഒന്നതാ ചോദിക്കുക. നിങ്ങൾക്കിപ്പോ എന്തായാലും ഒരു കുഴപ്പമുള്ളത്. രണ്ടാമത്തെ നിങ്ങൾ വീണ്ടും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ ജീവിതത്തിൽ ഇതാണ് നന്മ എന്നുണ്ടെങ്കിലോ? അങ്ങനെ തന്നെ ന്യായീകരിക്കുന്ന ഒരാളെ നമുക്ക് നേരെയാക്കാൻ സാധ്യമല്ല. താൻ ചെയ്യുന്നത് തെറ്റായിട്ടല്ല അവർക്ക് തോന്നുന്നത്, അവർ ചെയ്യുന്നതെല്ലാം കള്ളുകുടിച്ച് കൂത്താടുന്നത് ശരിയാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം, ഉദ്ദേശ്യം വ്യക്തമായിട്ടില്ല. പ്രിയന് എപ്പോ സുഗ്രീവന് മനസ്സിലായോ രാമനിലേക്കാണ് തിരിയേണ്ടത്, എപ്പോ ഹനുമാൻ സ്വാമി അത് സുഗ്രീവന് ബോധ്യപ്പെടുത്തി കൊടുത്തുവോ, നമ്മുടെ വിവേകബുദ്ധി കൊണ്ട് രാമനിലേക്കാണ് തിരിയേണ്ടതെന്ന് ബുദ്ധിക്ക് ഉറപ്പു വന്നാൽ ഒരു ബാലിയെ തോൽപ്പിക്കാൻ പ്രയാസമില്ല എന്ന് പ്രിയാണ്. ബാലിയെ കീഴടക്കാൻ എളുപ്പം സാധിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാലല്ലോ നമ്മളെ ചൂണ്ടിക്കാണിച്ചു തരികയാണ്. രാമനിലേക്കാണ് തിരിയേണ്ടത്, രാമനിലേക്കാണ് തിരിയേണ്ടത്. രാമൻ എന്ന് പറഞ്ഞാൽ അവനവന്റെ ആത്മാവായിരിക്കുന്ന രാമനിലേക്ക് തന്നെ. അപ്പോ ധർമ്മം എന്തിനനുഷ്ഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ വിഷയമാണ്, ധർമ്മം എന്നത് മാർഗമാണ്. നന്നാവാൻ വേണ്ടിയിട്ടല്ല നല്ലവനാവേണ്ടത്. നല്ലത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നല്ലതാവും തോറും നമ്മുടെ ഊർജം സംരക്ഷണം ചെയ്യപ്പെടും. അനാവശ്യമായി നമ്മുടെ എനർജി കളയില്ല. വേണ്ടാത്തത് ചിന്തിച്ചും വേണ്ടാത്തത് പറഞ്ഞും വേണ്ടാത്തത് ചെയ്തും നമ്മുടെ ശക്തിയെ നമ്മൾ ചോർത്തില്ല. നമ്മുടെ ശരീരത്തിന് നമ്മൾ അനാരോഗ്യം വിളിച്ചു വരുത്തില്ല. ഇന്നിപ്പോ അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത്. എങ്ങനെയൊക്കെയോ കുത്തഴിഞ്ഞ് ജീവിച്ച് കുറെ കഴിഞ്ഞിട്ട് അവർക്ക് കിട്ടുന്നത് സുഖകരമായൊരു ജീവിതമൊന്നുമല്ല. കുറെ രോഗങ്ങളും അതുപോലെ തന്നെ കുറെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും, അങ്ങനെയുള്ളൊരു ജീവിതമാണ് അവർ വലിച്ചുവാരി ഉണ്ടാക്കുന്നത്. ആ ഒരു ഏജിലെത്തിയിട്ട്, അവസ്ഥയിലെത്തിയിട്ട് ഇനി നേരെയാക്കാൻ നോക്കിയിട്ടും കാര്യമില്ല എന്ന് പറയണം. മനസ്സിലായില്ലേ? കുട്ടിക്കാലത്തെ നമ്മളൊക്കെ ഇത് വ്യക്തമായിരുന്നു എങ്കിൽ പല രോഗങ്ങളും നമുക്കുണ്ടാവില്ല. എന്ത് കഴിക്കണം, എന്ത് ചിന്തിക്കണം, എങ്ങനെയൊക്കെ ജീവിക്കണം, ഇത് പലപ്പോഴും അറിയാത്തത് കൊണ്ടാണ് കണ്ണിൽ കണ്ടതൊക്കെ വാരി വാരി കളിച്ച് അത് പിന്നീട് പല രോഗങ്ങൾ ഉണ്ടാക്കി. അതുപോലെ തന്നെ വേണ്ടാത്തത് ചിന്തിച്ച് മനസ്സിന്റെ താളം മുഴുവൻ തെറ്റിച്ച് എന്നിട്ട് പിന്നെ കുറെ കഴിഞ്ഞിട്ട് മനസ്സിനെ നേരെയാക്കാൻ വിചാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറയണം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ വെച്ചുകൊണ്ടെന്നാണ്. ഒന്ന് കഴിക്കുന്ന ഭക്ഷണം, ഒന്ന് ചിന്തിക്കുന്ന ചിന്തകള്, 3 നമ്മുടെ പെരുമാറ്റം.
ഇത് മൂന്നും നമ്മൾ നിഷ്കർഷയോടുകൂടി കൊണ്ടു നടന്നല്ലോ ഒരുവിധം നമുക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല, മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാതെ ജീവിക്കുമ്പോഴാണ് അമിതമായിട്ടുള്ള ഭക്ഷണത്തിന്റെ ഫാറ്റുകളും മറ്റും നമ്മുടെ ഉള്ളിൽ കൊളസ്ട്രോളുകളും വേണ്ടാത്തതൊക്കെ ഉണ്ടാക്കി പിന്നീട് ഹാർട്ടിന്റെ താളം തെറ്റുന്നതും അതുപോലെ തന്നെ ഡൈജഷന്റെ സിസ്റ്റങ്ങൾ തെറ്റുന്നതും ഒക്കെ ഈ ഭക്ഷണത്തിലുള്ള ഒരു നിഷ്കർഷയില്ലാത്തത് കൊണ്ടാണ്. ഇന്ന് പലപ്പോഴുണ്ടല്ലോ നമ്മൾ പഠിക്കാത്തൊരു കാര്യം, നമ്മുടെ ജീവിതത്തിനനുസരിച്ച് എന്ത് ഭക്ഷണം കഴിക്കണം നമ്മൾ പഠിക്കുന്നില്ല. നാവിന്റെ രുചിക്കനുസരിച്ചാ ഭക്ഷണം. നമ്മുടെ വയറിന് എങ്ങനെയുള്ള ഭക്ഷണങ്ങളെയാണ് ദഹിപ്പിക്കാൻ സാധിക്കുക, എന്റെ ജോലിക്കനുസരിച്ച് എന്റെ വയറിന്റെ ശക്തിക്കനുസരിച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. പണ്ടുള്ളവർ വളരെ സ്റ്റാർച്ചും അതുപോലെ തന്നെ കൊഴുപ്പുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ കാരണം അവർ വളരെയധികം ശാരീരികമായിട്ട് വർക്ക് ചെയ്തിരുന്നു. നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നതിന് തെറ്റൊന്നുമില്ല. നോൺ വെജ് കഴിക്കുന്തോറും ശരീരത്തിന് നല്ലവണ്ണം അധ്വാനമുള്ളവർ കഴിക്കണം, എന്നാ പിന്നെ അത് ശരീരത്തിന് കുഴപ്പമുണ്ടാക്കില്ല. ഇത് നമ്മൾ ചൂടുകൊണ്ട് വേർക്കുന്നല്ലാതെ പണിയെടുത്തിട്ട് വേർക്കുന്നവർ വളരെ കുറവാണ്. അങ്ങനെ ഒരു തരത്തിലും ശാരീരികമായിട്ടുള്ള ജോലിയൊന്നും ചെയ്യാതെ, പണ്ടാണെങ്കിൽ വീട്ടിൽ അടിച്ചു വാരുക, സ്ത്രീകൾക്ക് കുറച്ചെങ്കിലും പണിയുണ്ടായിരുന്നു. അടിച്ചു വാരുക, അരിയാട്ടുക, അരയ്ക്കുക, വെള്ളം കോരുക, മിനിമം ജോലി, ചോറ് വയ്ക്കുക, ഇത്തരം പരിപാടികൾ. ഇന്നാണെങ്കിൽ അടിച്ചു വാരന്റെ പണിയില്ല, ഒന്നുകിൽ ജോലിക്കാർ ചെയ്യും. ആരോ പറഞ്ഞു അത്രേ, അമേരിക്കയിൽ റോബോട്ട് ഇറങ്ങിയിട്ട് $200 കിട്ടും അത്രയത്. അത് വീട്ടിൽ കൊണ്ടുവച്ചാൽ, എന്നോട് ചോദിക്കരുത് അഡ്രസ് ഒന്നും, അത് വീട്ടിൽ കൊണ്ടുവച്ചാൽ അത് അടിച്ചു വാരിക്കുള്ളൂ അത്രേ. പിന്നീട് നമുക്ക് സൗകര്യങ്ങൾ കൂടിക്കൂടി വന്ന് ഫ്രിഡ്ജ് വന്നു. സപ്താഹം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ള സാമ്പാറും ഇഡ്ഡലി അതിലുണ്ടാക്കി വയ്ക്കാം. അവിടെ വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചൂടാക്കി കഴിച്ചോളാൻ പറയാം. അങ്ങനെയുണ്ട് സൗകര്യങ്ങൾ. അതുപോലെ തന്നെ ഒന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല, ഒക്കെ ബട്ടണിലായി. ഭക്ഷണം വെക്കാനും സൗകര്യമായി. കാരണം അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ വന്നപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോറ് വെന്തോ നോക്കണ്ട, വിസിലടിക്കുന്നത് എത്രയാന്ന് എണ്ണി നോക്കിയാൽ മതി. ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ വന്നപ്പോ പണി എന്ന് പറയുന്നത് കുറഞ്ഞു. പിന്നെ എന്താ ഉള്ള ഒരു പണി? കുറെ കഴിക്കുക, കിടന്നുറങ്ങുക. അങ്ങനെ നമ്മൾ കിടന്നുറങ്ങി കഴിച്ചും കിടന്നുറങ്ങിയും എന്തിനു പറയണോ, അവസാനം ഒരു 10-45 വയസ്സാകുമ്പോഴേക്കും കൊളസ്ട്രോള് കൊളായി ഒന്ന്, പിന്നെ കിഡ്നി ചട്നി ആയിക്കൊണ്ടിരിക്കുകയാണ്. കഴിച്ചതൊന്നും ദഹിക്കണില്ല എന്ന് മാത്രമല്ല, ജയിച്ചതൊന്നും പുറത്തു പോകണില്ല, ആകെ ഗ്യാസ്, എല്ലാം കൊണ്ടും പ്രശ്നം. ഇരുന്നാലും പ്രശ്നം, നിന്നാലും പ്രശ്നം, നടന്നാലും പ്രശ്നം. പണ്ടൊരു കാരണവർ പറഞ്ഞ പോലെ കിടന്നുറങ്ങാൻ വയ്യ, ഇരുന്നുറങ്ങാൻ വയ്യാത്ത അവസ്ഥ. തന്റെ ബന്ധുവിന്റെ വീട്ടിൽ ചെന്ന സമയത്ത് കട്ടിലിൽ കിടക്കാൻ പറഞ്ഞപ്പോൾ കട്ടിലും കിടക്കില്ല, നിലത്ത് കിടക്കാൻ പറഞ്ഞപ്പോൾ നിലത്തും കിടക്കില്ല. അമ്മാവ കിടന്നോളൂ കട്ടലിന്റെ മുകളിൽ നിന്ന്. വേണ്ട കുട്ടി അവിടെ കിടന്നാൽ ശരിയാവില്ല. എന്താ പ്രശ്നം? ഉരുണ്ടു വീഴാന്നുള്ള രോഗമുണ്ടെന്ന്. വേണ്ടാത്തത് ചിന്തിച്ച് ഉറക്കില്ല. എന്നാ പിന്നെ നിലത്ത് കിടന്നോളൂ എന്ന്. നിലത്ത് കിടന്നാലും കുട്ടി ശരിയാവില്ല. അതെന്ത് പറ്റി? ഉരുണ്ട് കയറുക എന്നുള്ള പുതിയ രോഗം. കാരണം കുറെ കഴിഞ്ഞാൽ മസിൽ കയറും. അപ്പൊ ഉരുണ്ട് വീഴലും ഉരുണ്ട് കയറലുമായിട്ട് ഞാൻ ആരെയും കുറ്റം പറയില്ല. ചിലരൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഈ അവിടെയും ഇവിടെയൊക്കെ കെട്ടും പൂട്ടൊക്കെ ആയിട്ട് അങ്ങനെ ജീവിതം നയിക്കേണ്ടി വരും കുറെ കഴിഞ്ഞാൽ. ഇതൊക്കെ എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, കുറെയൊക്കെ നമ്മൾ കുട്ടിക്കാലത്തെ എന്ത് കഴിക്കണം, നമ്മുടെ ജോലിക്കനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അപ്പൊ അതിനനുസരിച്ചൊക്കെ നമ്മുടെ ജീവിതത്തെ തട്ടും മുട്ടലും ഇല്ലാതെ കൊണ്ടുപോകാൻ സാധിക്കും. ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഒരു ആനയ്ക്ക് ഒരിക്കലും കൺഫ്യൂഷൻ ഇല്ല എന്ത് കഴിക്കണമെന്ന്. അതിന് പ്രകൃതി നിശ്ചയിച്ച ഭക്ഷണം അല്ലാതെ അത് കഴിക്കില്ല. നമുക്കാണെങ്കിലോ പ്രകൃതിക്ക് വിരുദ്ധമായത് എന്തൊക്കെയുണ്ടോ അതേ ഉള്ളൂ നമ്മൾ കഴിക്കുന്നത്. പാവം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഫ്രിഡ്ജ് കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല അന്ന്. ഇന്നാണെങ്കിൽ ഓരോ വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അവരെന്താ പറയണതെന്ന്. എന്നോടൊരു വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചു, പഴം കൂട്ടാൻ ഇഷ്ടമാണോ എന്ന്. പിന്നെ പഴം കൂട്ടാൻ ആർക്കും ഇഷ്ടം ഉണ്ടാവാതിരിക്കുക? ഞാൻ പറഞ്ഞ ഇഷ്ടമാണെന്ന്. വിളമ്പിക്കഴിഞ്ഞപ്പോൾ അവർ ചോദിക്കണം, സ്വാമിമാരും പഴയം കൂട്ടാൻ കഴിക്കില്ലേ എന്ന്. 3 ദിവസമായി 4 ദിവസമായിട്ട് ഉണ്ടാക്കി വെച്ചതാണ്, ഫ്രിഡ്ജിൽ വെച്ചതാണേ. അതുകൊണ്ടായിരിക്കാം ഫ്രിഡ്ജൊക്കെ ഇപ്പം പ്രതികാരം തീർക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, ഒരെണ്ണം മര്യാദയ്ക്ക് ശ്മശാനത്തിൽ പോവില്ല. 2 ദിവസം ഫ്രിഡ്ജ് കടന്നിട്ടേ പോവുള്ളൂ. ഐസ് ബോക്സിലിട്ടേ കൊണ്ടുപോകുള്ളൂ.
കാരണം മകൻ അമേരിക്കയിൽ നിന്ന് വരണം, മകള് UK നിന്ന് വരണം. അതുവരെ ഇയാള് UK ആയിട്ട് കിടക്കുന്നേ ഐസ് ബോക്സിൽ. അപ്പൊ ഫ്രിഡ്ജ് ഇങ്ങനെ നോക്കിക്കൊണ്ട് പറയും, കുറെ ദിവസം എന്നിലിട്ടിട്ട് പലതും കഴിച്ചതല്ലേ, 4 ദിവസം കിടന്നിട്ട് പോകുന്നു. ആ തണുപ്പ് നീയൊന്ന് ശരിക്കും അറിഞ്ഞിട്ട് പോയാൽ മതിയെന്ന്. മിക്കവാറും ഫ്രിഡ്ജ് കിടന്നിട്ടാ പോണത്. അപ്പൊ ഇങ്ങനെ ഞാൻ നിങ്ങളെ ചിരിപ്പിക്കുകയല്ല ചെയ്യണത്. നമ്മളൊരു ഡിസോർഡർലി ജീവിക്കുമ്പോൾ ആ ഡിസോർഡർ നമ്മളെ ഡിസോർഡർ ആക്കിയേ പറ്റുള്ളൂ. അതുകൊണ്ട് വളരെ നിഷ്കർഷിക്കേണ്ട ഒന്നാണ് ഫുഡ്. ഇന്നത്തെ കുട്ടികൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ. കാരണം അത്രമാത്രം നമ്മൾ ഹോട്ടൽ ഭക്ഷണങ്ങളോട് അടിമപ്പെട്ടു കഴിഞ്ഞു. ആ ഹോട്ടലുകളിലൊക്കെ ആണെങ്കിൽ നാവിന്റെ രുചിക്ക് വേണ്ടി മാത്രമാണ് അവർ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ആരോഗ്യം നോക്കിയിട്ടല്ല അത് നോക്കുന്നത്. ആണോ? നോക്കൂ, ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരുവിനോട് ചോദിച്ച വരം എന്താണെന്നറിയോ? മാതൃഹസ്തേന ഭോജനം. എനിക്കൊരു മാതാവിന്റെ കയ്യിൽ നിന്നും ഭക്ഷണം കിട്ടാനുള്ള ഭാഗ്യമുണ്ടാവണേന്നാണ്. അപ്പൊ അങ്ങനെ നമ്മളൊരു ഡിസോർഡർലി ജീവിച്ച് ഉള്ള ഷുഗറും തലയിൽ കയറി, BP-യും കയറി, പിന്നെ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നാമം ജപിക്കാൻ പറ്റും എന്നുള്ളത്? ഇതൊക്കെ തലയിൽ കയറി കഴിഞ്ഞാൽ ഒരു ഭാഗത്തിരുന്ന് നാമം ജപിക്കാനാണോ തോന്നുക? ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമുക്ക് ഏറ്റവും വലിയ ദൈവം, ഗുരുവായൂരപ്പനേക്കാൾ വലിയ ദൈവം ഡോക്ടറായിരിക്കും. അങ്ങോട്ട് പറയണം, ഒരാഴ്ച കടന്നോളൂ കേട്ടോ, നാമൊന്നും ചെല്ലണ്ട. ശരി, ഡോക്ടർ പറയാ നാമം ചെല്ലണ്ട, അവരുടെ നാമം ചെല്ലില്ലേ നമ്മള്. കാരണം സിസ്റ്റങ്ങൾ താളം തെറ്റിയിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയായിരിക്കും പ്രിയാണ്. എവിടെയൊക്കെയാണ് നിങ്ങൾ രാമായണം എന്ന് പറയുന്നത് ഒരു ഗ്രന്ഥം വായിക്കാനുള്ളതല്ല, ഒരു കഥ കേട്ടുപോവാനുള്ളതല്ല, ഒരു ജീവിതത്തെ വാർത്തെടുക്കാനുള്ളതാണ്. മനസ്സിലാവുണ്ടല്ലോ? അതിനൊക്കെ നമ്മൾ കുറെയൊക്കെ നിഷ്കർഷ വെക്കണം. എന്ത് കഴിക്കണം എന്നുള്ളത് ചിന്തിക്കണം. നിങ്ങൾക്ക് നോക്കൂ, ഭഗവത്ഗീതയിൽ യുദ്ധക്കളത്തിൽ വെച്ച് ഭഗവാൻ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട അർജുനന്.